Hello students. In this video we'll be discussing about the limitations of cardinal utility theory and about the consumer equilibrium. In the last videos we have covered about what is cardinal utility, what are the assumptions of that particular theory and all. And we know that it indicates that the utility that or the satisfaction that you derive from using a commodity can be measured in numerical terms. So that is cardinal utility theory, and in this video we'll be discussing about certain defects or weaknesses or limitations of this particular theory. Utility is subjective, so it cannot be measured numerically. The cardinal utility theory emphasizes that utility can be measured just like as you measure your height and weight, you can measure your utility with a measure called utils. But utility, or it is a satisfaction that you derive from a commodity, so that is purely a subjective matter. ഒരേ പ്രോഡക്റ്റ് രണ്ടുപേര് ഇപ്പൊ നിങ്ങൾ രണ്ട് ഫ്രണ്ട്സ് ഒരേ പ്രോഡക്റ്റ് നിങ്ങൾ കൺസ്യൂം ചെയ്താൽ രണ്ടുപേർക്കും അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ആ ടേസ്റ്റ് രണ്ടാൾക്കും ഒരേപോലെ അത് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് പ്രോഡക്റ്റ് ആയാലും അതിന് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു പരിധി വരെ സബ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ മെഷർ ചെയ്യാൻ പോസിബിൾ അല്ല. Then cardinal approach assumes that the utility depends upon the commodity alone. ഒരു പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിന്റെ യൂട്ടിലിറ്റി ആണ് അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ രീതിയിലാണ് കാർഡിനൽ അപ്രോച്ച് അസ്യൂം ചെയ്യുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ അത് എപ്പോഴും ശരിയല്ല. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു പ്രോഡക്റ്റ്, ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, ആ പ്രോഡക്റ്റിന് എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, പ്രൈസ് മാത്രം റിലേറ്റഡ് അല്ല. ക്വാളിറ്റി നല്ലതാണ്, പ്രൈസ് ഓക്കെ ആണ് എങ്കിലും ഇഫ് ദർ ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്, ഇഫ് ദർ ഈസ് എ കോംപ്ലിമെന്റ്, ദെൻ ആ സമയത്ത് എൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് ചേഞ്ച്ഡ് ആവും. ഇപ്പൊ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് കുറച്ചും കൂടെ ചീപ്പായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദിസ് on consuming this commodity, a particular commodity, say X, will depend upon its substitute Y. അപ്പൊ ആ വൈന്റെ പ്രൈസ് എത്രയാണ്, വൈയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എത്രയാണെന്ന് എനിക്ക് ഡിപ്പെൻഡ് ചെയ്യും. ഈ ഒരു ആസ്പെക്റ്റിനെ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി കണക്കിലെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. Then utility analysis is unable to explain the existence of given goods. Given goods എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ യൂട്ടിലിറ്റിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കാം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ ഈ ഗിഫൻ ഗുഡ്സിന്റെ കാര്യത്തിനെ കുറിച്ച് പറയില്ലേ, ഗിഫൻ പാരഡോക്സ് എന്ന് പറയുന്നത് എന്താണ്? ചില ലോവർ കമ്മോഡിറ്റി ഗുഡ്സ് അല്ലെങ്കിൽ താണ തരത്തിലുള്ള പ്രോഡക്ട്സ് അതിനെന്തായിരിക്കും, പ്രൈസ് ഒക്കെ കൂടുന്ന സമയത്ത് ഡിമാൻഡും കൂടുകയാണ് ചെയ്യുക. അപ്പൊ അത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ യൂട്ടിലിറ്റി ദാറ്റ് യു ഡിറൈവ് ഫ്രം ദ പ്രോഡക്റ്റ് ഇസ് മോർ. പക്ഷെ എന്തുകൊണ്ടാണ്, നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ആസ്പെക്റ്റിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ റാഷണാലിറ്റി, പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു അസംപ്ഷൻ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ പറയുന്നത് എന്താണ്, ഹ്യൂമൻ ബീയിങ്സ് റാഷണൽ ആണ്, കൺസ്യൂമേഴ്സ് എപ്പോഴും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുക എന്നൊക്കെ ആണ് അതിന്റെ ബേസിക് അസംപ്ഷൻസിൽ പറയുന്നത്. പക്ഷെ അത് എപ്പോഴും ശരിയല്ല. ഹ്യൂമൻ ബീയിങ്സ് എപ്പോഴും ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് എനിക്ക് എന്തൊക്കെ യൂട്ടിലിറ്റി ഉണ്ട്, ഡിസ്യൂട്ടിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ ഫുള്ള് അളന്ന് നോക്കി മറ്റൊന്നും അല്ല സാധനം വാങ്ങിക്കുക. അവരെ ഡ്രൈവ് ചെയ്യുന്ന വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വേറെ പലതും ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് 5000 രൂപയുടെ ഫോണും 1,00,000 രൂപയുടെ ഫോണും ഒക്കെ മാർക്കറ്റിൽ നിൽക്കുന്നത്. എല്ലാത്തിന്റെയും യൂട്ടിലിറ്റി ആസ്പെക്ട് എന്ന് പറയുന്നതിനെ മാത്രം നോക്കിയിട്ടാണ് കൺസ്യൂമേഴ്സ് വാങ്ങിക്കുന്നതെങ്കിൽ അങ്ങനെ അത്രയും റേഞ്ചിലൊന്നും പ്രോഡക്ട്സ് അവൈലബിൾ ആവില്ല. അപ്പൊ ആ അസംഷൻസ് തെറ്റാണ്.
then it does not study income effect, substitution effect and price effect. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിന്റെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് മേലെ പറഞ്ഞത്. ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മുടെ കൺസംഷൻ പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ അവിടെ നമ്മുടെ യൂട്ടിലിറ്റി, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതിനകത്ത് അതാണ് പറയുന്നത്, സബ്ജക്ടിവിറ്റി എലമെന്റ് കൂടുതൽ വരും. അപ്പൊ ഇൻകം ഇഫക്റ്റിനെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ഉണ്ടോ എന്നുള്ളതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൈസ് ഇഫക്റ്റ്, പ്രൈസസിൽ വരുന്ന ചേഞ്ചസ്, പ്രൈസ് കുറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, ചില പ്രോഡക്ട്സിന്റെ മുകളിൽ യൂട്ടിലിറ്റി നമുക്ക് ചിലപ്പോൾ കൂടുതലായിട്ടുണ്ടാവാം. അപ്പൊ ആ പ്രൈസ് എഫക്റ്റിനെയും ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി കണക്കിലെടുക്കുന്നില്ല. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു വീക്ക്നെസ് ആണ്. Then the marginal utility of money is assumed to be constant, which is not true. The law of diminishing marginal utility does not apply to money. പണത്തിന്റെ കാര്യത്തില് ഈ മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആണെന്നുള്ള അസംഷന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വൽ സിനാരിയോയില് മണീന്റെ മൂല്യം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയോ കുറയോ ഒന്നും ചെയ്യുന്നില്ല. എന്താ സംഭവിക്കുന്നത്, ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മണി വാല്യൂ എപ്പോഴും നമുക്ക് എന്താ പറയാ, പണത്തിന്റെ മൂല്യം കൂടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ, മണീന്റെ യൂട്ടിലിറ്റിയില്, മണി വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മള് രൂപയുടെ മൂല്യം എന്നുള്ള രീതിയിൽ, ഇപ്പോൾ മണീന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഡിമിനിഷ് ചെയ്യണമെന്നില്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും ഇല്ല. കോൺസ്റ്റന്റ് എന്നുള്ള അസംഷൻ ഒരു പരിധി വരെ തെറ്റാണ്. അപ്പൊ ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് വിച്ച് വൺ, കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമ്മൾ അതിനകത്തുള്ള അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാണ്. ഇറ്റ് ഈസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? എപ്പോഴാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുക? വെൻ ഹി ഗെറ്റ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫ്രം എ കമോഡിറ്റി. ഒരു സാധനം യൂസ് ചെയ്തിട്ട് അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോഴാണ് അയാൾക്ക് ഇക്വിലിബ്രിയം ഉണ്ടെന്ന് പറയാം. എ കൺസ്യൂമർ ഇസ് സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം വെൻ ഹി ഗെറ്റ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. This can be determined with the help of 3 fundamental laws. ഈ കൺസ്യൂമേഴ്സിന്റെ ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യാൻ 3 ഫണ്ടമെന്റൽ നിയമങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വൺ ഇസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അത് സിംഗിൾ കമോഡിറ്റിന്റെ കാര്യത്തിൽ, ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിന്റെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിന്റെ ബേസിസിലാണ് ഒരു കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം തീരുമാനിക്കുന്നത്. ഒന്നിൽ കൂടുതൽ കമോഡിറ്റീസ്, രണ്ടിൽ കൂടുതലോ കമോഡിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. ആൻഡ് then there is the concept of consumer surplus എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതുകൂടെ ഈ 3 ലോസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൺസ്യൂമേഴ്സിന്റെ ഇക്വിലിബ്രിയത്തിനെ തീരുമാനിക്കുക. ഇതിലൊന്നുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. That is law of diminishing marginal utility. ഇത് നിങ്ങൾക്ക് എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ലോ ആണ്. ഇനി ഇത് പഠിക്കാത്ത ആൾക്കാർക്ക്, മാനേജർ എക്കണോമിക്സ് +1 പഠിക്കാത്ത ആൾക്കാർക്ക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത് സിമ്പിൾ ആണ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ, ഈ ഒരു സമയത്ത് ഒരേ പ്രോഡക്റ്റ് തന്നെ, സിംഗിൾ പ്രോഡക്റ്റ് ആണ്, ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരേ പ്രോഡക്റ്റ് തന്നെ കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഓരോ അഡീഷണൽ യൂണിറ്റിനും, ഞാനിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, എന്നിട്ട് രണ്ടാമത്തെ ഗ്ലാസ് കുടിക്കുമ്പോൾ അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ ഗ്ലാസ് വെള്ളത്തിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ when you consume the same units of a commodity again and again, the utility that you derive from the additional unit will be diminishing, will be reduced, will be less എന്ന് പറയുന്നതാണ് law of diminishing marginal utility. Okay, it states that all else equal, ബാക്കിയൊക്കെ സെയിം ആണെങ്കിൽ, അതായത് അതേ സമയം ഒരേ പ്രോഡക്റ്റ് അപ്പൊ തന്നെ കൺസ്യൂം ചെയ്യുന്നു, അങ്ങനെ all else equal, as consumption increases, the marginal utility derived from each additional unit declines. മാർജിനൽ യൂട്ടിലിറ്റി മേ ഡിക്രീസ് ഇൻ ടു നെഗറ്റീവ്. ഇത് ഡിക്ലൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 0 വരെയല്ല, ചിലപ്പോൾ വോമിറ്റ് ചെയ്യുന്നത് വരെ. അപ്പോൾ ഡിക്രീസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ പിന്നെയും വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ വോമിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവായിട്ട് മാറി. ആസ് ഇറ്റ് മേ ബിക്കം എൻറ്റയർലി അൺഫേവറബിൾ ടു കൺസ്യൂം അനദർ യൂണിറ്റ് ഓഫ് എനി പ്രോഡക്റ്റ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്രാഫിലൂടെ കാണിച്ചു തരാം.
ഇപ്പൊ ഇതൊരു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ടീ കൺസ്യൂംഡിന്റെ ഗ്രാഫാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ആദ്യത്തെ കപ്പ് ചായ കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂട്ടിലിറ്റി കിട്ടുന്നത് എന്ന് പറയുന്നത് 30 ആണ് എന്ന് വിചാരിക്കാം. ആൻഡ് അഗെയിൻ നിങ്ങൾ ഒരു കപ്പ് ചായയും കൂടെ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിനൊരു നിങ്ങൾ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ രണ്ടാമത്തെ ഗ്ലാസ്സിനും ദർ ഈസ് യൂട്ടിലിറ്റി. പക്ഷെ അതൊരിക്കലും ആദ്യത്തെ കപ്പ് ടീയുടെ അത്ര തന്നെ യൂട്ടിലിറ്റി ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി ലെസ്, 20 ആയി. ആൻഡ് അഗെയിൻ യു ആർ അഫോർഡ് വൺ മോർ കപ്പ് ഓഫ് ടീ. അഗെയിൻ അത് കുറഞ്ഞു, യൂട്ടിലിറ്റി കുറഞ്ഞു, ഒരു 15 ഒക്കെ ആയിട്ട് നിന്നു. ആൻഡ് വിത്ത് ദ ഫോർത്ത് ഗ്ലാസ് ഇറ്റ് റെഡ്യൂസസ് ടു 10. അങ്ങനെ 5ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞു വന്നു. ആൻഡ് ഈ ഒരു 10th ഗ്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്ക് എന്തായി വന്നു, ഇവിടെ 0 ആണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 11ാമത്തെ ഗ്ലാസ് എന്നൊക്കെ പറയുമ്പോഴേക്ക് നെഗറ്റീവ് യൂട്ടിലിറ്റി ആണ്. നിങ്ങൾ വോമിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലേക്ക് അത് മാറും, നെഗറ്റീവ് യൂട്ടിലിറ്റിയിലേക്ക് മാറും. ഇതാണ് കൃത്യമായിട്ട് പറഞ്ഞ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ അസംഷൻസ് എന്തൊക്കെയാന്ന് പറയാം. ഒന്ന്, ഹോമോജീനിയസ് യൂണിറ്റ്സ്. ഇപ്പൊ നിങ്ങൾ ഓരോ തവണ കഴിക്കുന്നതിന്റെ അകത്തും വ്യത്യാസം ഉണ്ടെങ്കിൽ, കുറച്ചും കൂടെ ടേസ്റ്റിയർ ആയിട്ടുള്ള സാധനമാണ്, അല്ലെങ്കിൽ വേറെ തന്നെ ഇപ്പൊ ജ്യൂസ് ആദ്യം കുടിച്ചത് വേറൊരു ജ്യൂസ്, പിന്നെ കുടിച്ചത് വേറൊരു ജ്യൂസ്, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ ഈ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഹോമോജീനിയസ് യൂണിറ്റ് ആവണം. ദെൻ ഇൻകം, ടേസ്റ്റ്, ടെമ്പറാമെന്റ്, ഹാബിറ്റ്, ഇതൊക്കെ സെയിം ആയിട്ട് നിലനിൽക്കണം. ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് നമ്മുടെ ഇൻകം, നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ ടെമ്പറാമെന്റ്, നമ്മുടെ ഹാബിറ്റ് ഒക്കെ സെയിം ആണെങ്കിൽ മാത്രമേ ഇത് ഉണ്ടാവുന്നുള്ളൂ. ദെൻ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു തേഴ്സ്റ്റി ആയിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ്, ഒരു സ്പൂണ് വെള്ളമല്ല. സ്പൂണ് വെള്ളം എന്ന് പറയുമ്പോൾ എന്താണ്, ചിലപ്പോൾ 2ാമത്തെ 3ാമത്തെ സ്പൂണ് കുടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ദാഹം മാറുന്ന, യൂട്ടിലിറ്റി കൂടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിനാവുമ്പോൾ മാത്രമേ ഈ ഒരു അസംഷൻ നിൽക്കുന്നുള്ളൂ, ഈ ഒരു ലോ നിലനിൽക്കുന്നുള്ളൂ. ദെൻ കണ്ടിന്യൂസ് കൺസംഷൻ. നിങ്ങൾ ഒരു ഗ്ലാസ് കുടിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ആണ് 2ാമത്തെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഡിമിനിഷിങ് ആവണമെന്നില്ല. അപ്പൊ കണ്ടിന്യൂസ് കൺസംഷൻ ആയിരിക്കണം. ദെൻ ഇറ്റ് ഇസ് നോട്ട് അപ്ലിക്കബിൾ ടു പ്രസ്റ്റീജിയസ് ഗുഡ്സ്. അത് നോക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇപ്പൊ സ്വർണം, ഡയമണ്ട്, ഇതൊക്കെ രൂപ എത്ര കിട്ടിയാലും ആൾക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പൊ അതുകൊണ്ട് അത് ഇറ്റ്സ് നോട്ട് അപ്ലിക്കബിൾ. ദെൻ റിലേറ്റഡ് ഗുഡ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല ഈ ഒരു സാധനം. ഓക്കെ, ഇത്രയാണ് assumptions of law of diminishing marginal utility. ഇപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഗുഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡിമിനിഷിങ് ആയിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. ഇത്രയാണ് assumptions of law of diminishing marginal utility. ഇനി നമുക്ക് law of equimarginal utility ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.